Hello friends, welcome back to the channel. Friends, അപ്പോൾ ഇന്നും ഒരു ഇല്ലുസ്ട്രേറ്റർ ട്യൂട്ടോറിയലാണ്. ഇത്രയും നാൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് PC-യിലൊക്കെ യൂസ് ചെയ്യുന്ന അഡോബി ഇല്ലുസ്ട്രേറ്റർ ട്യൂട്ടോറിയലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡോബിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. സോ അതിന് ആദ്യം നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡോബി ഇല്ലുസ്ട്രേറ്റർ ഡ്രോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വെറും ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. മറ്റു പല ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ്സുകൾ വരയ്ക്കാൻ പറ്റും. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയൊക്കെ വരയ്ക്കാം, ഇതിനകത്ത് തന്നെ മറ്റൊരു പടം ഓപ്പൺ ചെയ്ത് അതെങ്ങനെ ട്രേസ് ചെയ്യാം, ഇതിന്റെ കംപ്ലീറ്റ് ടൂൾസ്, അങ്ങനെ ഇതിന്റെ ഒട്ടുമിക്ക ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് ബട്ടണിൽ അഡോബ് ഇല്ലുസ്ട്രേറ്റർ എന്ന് അടിക്കുക. സോ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഡോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ എനിക്ക് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നത്. സോ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID യൂസ് ചെയ്ത് അവിടെ ഒരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ചൂസ് എ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ്. സോ അവിടെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. നമുക്ക് നമ്മുടെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തത് വലുതാക്കാനും ചെറുതാക്കാനും സൂമിന് സൂം ഔട്ടും ഒക്കെ പറ്റുന്നതാണ്. സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ടൂൾസിലേക്ക് വരുമ്പോൾ ആ ഏറ്റവും മേളിൽ കാണുന്ന ആ ഒരു ചെറിയ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിലുള്ള ആ ടൂൾസിൻ്റെ സെറ്റിംഗ്, ബ്രഷിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറിയിട്ട് ഫുൾ ആ വരയ്ക്കുന്ന ആ ഒരു സ്പേസ് മാത്രമായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് സെറ്റിങ്സ്. സോ സെറ്റിങ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെ ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. സോ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ സേവ് ഓപ്ഷനാണ്. സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കോപ്പി ഇമേജ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലെയർ പാനലാണ്. ലെയർ പാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ സൈഡിൽ കാണുന്ന ലെയറിൻ്റെ ഓപ്ഷൻ മാഞ്ഞും പോയും വരുന്നതാണ്. സോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഷേപ്പ് ഓപ്ഷനാണ്. സോ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് ഷേപ്സ് ഉണ്ട്, അതൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്കത് വരയ്ക്കാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ ഞാനൊരു സർക്കിൾ എടുത്തേക്കാണ്, അതും നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. സോ അവിടെ ഡബിൾ ആവര വരുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് നീക്കുവാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഷേപ്പ് മാറ്റി ഒരു എലിപ്സ്, പല ഷേപ്പിലുള്ള എലിപ്സിലോട്ട് ആ ഒരു ഷേപ്പ് മാറുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വരച്ച ഒരു ക്ലോസ്ഡ് ഫിഗറിനകത്തൊന്ന് കുറച്ച് നേരം ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ആ ബ്രഷിൽ സെലക്ട് ചെയ്തേക്കുന്ന കളറ് അവിടെ ഫുള്ളായിട്ട് ഫില്ലായി വരുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. സോ അത് അണ്ടു അടിച്ച് അത് മാറ്റുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് ബ്രഷിൻ്റെ ഓപ്ഷനാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ആ ബ്രഷിൽ തന്നെ ഞെക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു ഓപ്ഷൻ കൂടെ വരുന്നതാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സൈസാണ്. ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ആ സൈസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് മേളിലോട്ടും താഴോട്ടും ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും സൈസ് മാറിക്കൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് വരുന്നതാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ഒപ്പാസിറ്റി നമുക്ക് ഇതേപോലെ തന്നെ താഴോട്ടും മേളിലോട്ടും ഡ്രാഗ് ചെയ്ത് അതിൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ട്രാൻസ്പെറൻസി, ആ ഒരു ബ്രഷിൻ്റെ ട്രാൻസ്പെറൻസിയാണ് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന ഓപ്ഷനാണ് കളർ എന്ന് പറയുന്നത്. കളർ എടുക്കുമ്പോഴത്തേക്ക് 2 ഇതായിട്ട് കാണാം, തീംസും പിക്കറും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കിടക്കുന്നത് തീംസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് വരയ്ക്കാവുന്നതാണ്. സോ അടുത്തതായിട്ട് വരുന്ന ഓപ്ഷനാണ് പിക്കർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സർക്കിളിനകത്ത് ഒരുപാട് കളറിൻ്റെ റേഞ്ചസ് വരുന്നുണ്ട്. സോ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് താഴെ അതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. സോ അടുത്തതായിട്ട് വരുന്നൊരു ബ്രഷാണ് ഇത്. സോ ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷറിനനുസരിച്ച് ഈ ബ്രഷിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരുന്നതാണ്. സോ എഡ്ജസ് എല്ലാം ഷാർപ്പായിരിക്കും. ഇനി അവിടെ ഒരുപാട് ബ്രഷ് ഉണ്ട്, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇനി ലെയർ പാനലിലോട്ട് വരുമ്പോൾ അവിടെ ആ ലെയറിൻ്റെ അവിടെ കാണുന്ന ആ ഒരു പ്ലസ് സൈനിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ വരുന്നതാണ്. അവിടെ ആഡ് ലെയറിൻ്റെ കൂട്ടത്തിൽ ഡ്രാ ലെയർ എന്നും ഇമേജ് ലെയർ എന്നും പറഞ്ഞ് 2 ഓപ്ഷൻസ് കാണാവുന്നതാണ്. സോ ഇതിനകത്ത് ഡ്രോ ലെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ നേരത്തെ കണ്ടാണ് ഇപ്പോൾ കിടക്കുന്ന കണക്ക് തന്നെ ഒരു സാധാ ലെയർ അവിടെ ക്രിയേറ്റ് ആവുന്നതാണ്.
അതായത് അതല്ല ഇമേജ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇമേജസ് എന്നും പറഞ്ഞിട്ട് വേറെ കുറച്ച് ഫോട്ടോസ് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഓപ്ഷൻസ് കിടക്കുന്നതാണ്. ഗാലറി, ടേക്ക് എ ഫോട്ടോ, അങ്ങനെ. സോ നമ്മളിപ്പോൾ ഗാലറിയാണ് കൊടുക്കുന്നതെങ്കിൽ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോയി നമുക്ക് അവിടുന്ന് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ളൊരു ഫോട്ടോ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഇടാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു കണ്ണാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ കണ്ണ് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് അവിടെ കറക്റ്റ് സൈസിൽ വെക്കാവുന്നതാണ്. സോ ഇനി നമുക്കിത് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് വരയ്ക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ പടം കൊണ്ടിട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ആ ഒരു ലെയറിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്ഷൻ വരും. അതിന് ട്രാൻസ്ഫോം എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി ആ ഒരു വെച്ചത് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആ ഇമേജ് ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു 70-80 ആ ഒരു റേഞ്ചിലേക്ക് കുറച്ചിടുക. സോ അത് കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജ് ലെയറിൻ്റെ മുകളിലായിട്ട് ഒരു ഡ്രോ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ വരച്ച് തുടങ്ങാവുന്നതാണ്. പതുക്കെ സാവധാനം ഓരോന്ന് വരച്ചെടുക്കാൻ ശ്രമിക്കുക. ആദ്യം വരയ്ക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ വരകളൊക്കെ കറക്റ്റായി വന്നുകൊണ്ടേയിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു ക്ലോസ്ഡ് ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബ്രഷിൽ എടുത്തേക്കുന്ന കളറ് അവിടെ ഫില്ലായി വരുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായി കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കളർ ചെയ്യുമ്പോഴത്തേക്കും ആ ഔട്ട്ലൈൻ വരച്ചത് ഏറ്റവും മുകളിൽ തന്നെ ഇട്ടുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് ലെയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ കളർ ഫില്ല് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനൊരു സ്ക്വയർ വരച്ചിട്ട് അത് സ്കിൻ ടോൺ വെച്ച് ഫില്ല് ചെയ്തെടുക്കുവാണ്. സ്ക്വയർ വരച്ചതിന് ശേഷം കളറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കളർ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കിൻ ടോണിൻ്റെ കളർ എടുത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ലെയറിൻ്റെ വിസിബിലിറ്റി പോകുന്നതാണ്. സോ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആ സ്കിൻ ടോൺ ചെയ്ത ആ ഒരു ലെയർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ആ ഒരു വിസിബിലിറ്റി മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളത് ചെയ്തെടുക്കാവുന്നതാണ്. സോ അതിന് ജസ്റ്റ് ആ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗവും കണ്ണിനകവും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഷെയ്ഡുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് ആ ബ്രഷ് തന്നെ എടുത്തിട്ട് അവിടെ കളർ കുറച്ച് ഷെയ്ഡ് വരുന്ന ആ ഒരു കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് വരച്ച് ഷെയ്ഡ് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ വരച്ച് എടുക്കാവുന്നതാണ്.
ഇനി നമ്മൾ അപ്ലൈ ചെയ്ത സ്കിൻ ടോണിൽ തന്നെ കുറച്ച് ഡാർക്ക് വാല്യൂസ് കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. ഇതിനായി നമുക്ക് കളർ പിക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കളർ ഫില്ല് ചെയ്യാനായിട്ട്, കളർ അടിക്കാനായിട്ട്, ആ ഒരു ഷെയ്ഡ്സ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആ ഇമേജിൽ നിന്ന് തന്നെ ആ ഒരു കളർ തന്നെ എടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ആ ഇമേജ് ലെയർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ആ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കി ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കളർ പിക്കറിൻ്റെ ടൂൾ കണക്കൊരു ഓപ്ഷൻ വരുന്നതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എവിടെ നിന്നാണ് കളർ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് അവിടുന്ന് ആ ഒരു കളർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് ഷെയ്ഡ്സും ഹൈലൈറ്റും ഒക്കെ കൊടുത്ത് ഒരു ഇമേജിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മളൊരു വർക്കിൽ എത്രമാത്രം ടൈം ഇടുന്നോ അതിനനുസരിച്ച് ആ വർക്കിൻ്റെ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ഓപ്ഷനിൽ പോയി നമ്മൾ ആ ചെയ്ത വർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. കോപ്പി ഇമേജ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 2 സബ് ഓപ്ഷൻസ് വരുന്നതാണ്. PNG വിത്ത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന്, PNG വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പടം വരച്ചായതുകൊണ്ട് PNG വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് സേവ് ചെയ്താൽ മാത്രം മതി. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇമേജ് ഗാലറി പോയി സേവ് ആവുന്നതാണ്. പിന്നെ ആ ബ്രഷ് ടൂളിൽ ഏറ്റവും അടിയിൽ വരുന്നതാണ് ഇറേസർ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറേസർ ടൂൾ വെച്ച് നമ്മൾ ആ വരച്ച ഇത് മായ്ക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അതിൻ്റെ സൈസ് നമ്മൾ ആ ബ്രഷ് കൂട്ടി കണക്ക് തന്നെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. സോ ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്റ്റുകളാണ്. ഈ ഒരു മമ്മൂട്ടിയുടെ കാരിക്കേച്ചർ ഞാൻ ഇതിനകത്ത് തന്നെ ഔട്ട്ലൈൻ വരച്ചെടുത്തതാണ്. ഇതിനകത്ത് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷമാണ് ഞാൻ ഫോട്ടോഷോപ്പിലിട്ട് അത് പെയിൻറ് ചെയ്ത് ഒരു നല്ല കാരിക്കേച്ചറാക്കി മാറ്റിയത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. വരും ദിവസങ്ങളിൽ മറ്റ് പല ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.